ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ജോലി ഷിഫ്റ്റായതാണ് റിഗ്ഗിലേക്ക്. റിഗ്ഗിനെ കുറിച്ച് പല ആളുകൾക്കും അറിയാമായിരിക്കും. റിഗ് എന്ന് വെച്ചാൽ പെട്രോൾ കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചങ്ങായി. ഞാൻ വരാൻ കാത്തിക്കായിരുന്നു ഇവിടുന്ന് പോകാം, ഓടി രക്ഷപ്പെടാൻ. കാരണം റിഗ്ഗിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഏകാന്തതയും ദയനീയതയുമാണ്. കാരണം ആരും ഉണ്ടാവില്ല, വെറുതെ ഫോണിൽ കുത്തിയിരിക്കുക. ഒന്നോ രണ്ടോ മെഡിക്കൽ കേസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ മരുന്ന് എഴുതി കൊടുക്കുക, അത്ര തന്നെ. ഈ ഗ്രില്ലിട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാമ്പ് കടിക്കാതിരിക്കാനാണ് കേട്ടോ. കാരണം മരുഭൂമിയിൽ ഒരുപാട് പാമ്പുകളുണ്ടാകും. ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരത്തെ അവസ്ഥ പറഞ്ഞാൽ രാവിലെ ചൂടാണെങ്കിൽ വൈകുന്നേരം പെട്ടെന്ന് തണുക്കും, പെരുങ്കാറ്റടിക്കും. അങ്ങനെ ഫുഡൊക്കെ ഉഷാറാണ്, ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം നല്ല മെസ്സുണ്ട്. എപ്പോഴും നോൺ വെജ് ആയിരിക്കും, ചിക്കന്, മട്ടന്, ബീഫ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇന്ന് ഫിഷാണ്. ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 7up, ഒരു ലബാന കിട്ടും എല്ലാ ദിവസവും, എല്ലാ ഫുഡിൻ്റെയും കൂടിയും. അപ്പം 2-3 ദിവസമൊക്കെ ഞാനിങ്ങനെ ലബാനും ഇതൊക്കെ കുടിച്ചു. കാരണം 3-ാമത്തെ ദിവസം കുടിക്കാൻ കഴിയുന്നില്ല പിന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് എപ്പോഴും ഫുഡിൻ്റെ കൂടെ പെപ്സി, 7up ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതൊരു ലക്ഷറി ലൈഫാണെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 ദിവസമേ കുടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 3-ാമത്തെ ദിവസം ഞാൻ പിന്നെ ക്യാനിൽ എല്ലാം വലിച്ചെറിയൽ തുടങ്ങി. അല്ലെങ്കിൽ അത് എടുത്തു വെക്കും റൂമിൽ, ടൗണിൽ പോകുമ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ക്യാനും ഇതൊക്കെ കുടിച്ചു. എൻ്റെ പ്രാഥമിക കാര്യങ്ങളും അതൊക്കെ ചെയ്തു. ബെഡ്ഷീറ്റും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് റൂമാണ് കേട്ടോ. റൂം എന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെ ഇതാണ്, ബോഗി റെഡിയാക്കി വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട്, AC ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് തന്നെ രാത്രി നമുക്ക് കടന്നുറങ്ങാനും വേണ്ടിയിട്ട് നല്ല സുന്ദരമായ കബോർഡുകളും അതും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളതൊക്കെ വെച്ച് കിടന്നുറങ്ങി. അതിൻ്റെ മുന്നേ ഒന്ന് വാഷ്റൂമിൽ പോയി എല്ലാം എടുത്തു വെച്ചു. ഇതാണ് രാത്രിക്കത്തെ അവസ്ഥ. ചുറ്റും മരുഭൂമിയാണ്, ഒന്നും കാണാൻ കഴിയില്ല, വേറൊന്നും. ചുറ്റും ടൗണോ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ ഒരു ക്യാമ്പ്, അവിടെ കുറച്ച് വാഹനങ്ങൾ, ഒരു 10-30ഓളം ജീവനക്കാരും. അങ്ങനെ ഇത് ഏർലി മോർണിംഗ് ആണ്. രാവിലെ എണീറ്റു, ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് റാമ്പിലൂടെ അങ്ങനെ നടന്ന്. അപ്പോൾ ഇന്നുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ എഗ്ഗ്, പിന്നെ ബീഫ് ലിവർ, ചപ്പാത്തി, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കലണ്ടർ ഒന്ന് എടുത്ത് നോക്കി. അവൻ വേണ്ടി വെക്കേഷന് പോകാൻ വേണ്ടിയിട്ട് ഫുള്ള് വെട്ടി വെച്ചൊക്കെയാണ് കലണ്ടറിലെ ഡേറ്റുകളും മറ്റും. കാരണം ഇവിടെ മൊത്തത്തിലൊരു ചടപ്പാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബുക്ക് എടുത്തു, ബുക്കൊക്കെ വായന തുടങ്ങി. ഇതൊരു ഇംഗ്ലീഷ് നോവലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇപ്പോൾ ഏകാന്തത ആയിരിക്കും എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഞാനൊരു ബുക്ക് എടുത്തു പോകുന്നതാണ് ഇവിടുന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബുക്കത്തെ കാര്യങ്ങളൊന്നും അധികം മനസ്സിലാകുന്നില്ല. കാരണം ഓഥർ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓഥറാണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് നമ്മളെ പോലെ ഇന്ത്യൻ ബുക്കിൽ കാണുന്ന പോലെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും, ചിലതൊന്നും മനസ്സിലാകില്ല. അങ്ങനെ ഒരു 10-40ഓളം പേജ് വായിച്ചു. വായിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് മനസ്സിലായി, ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ല. അതിൽ നായകൻ ഏതാണെന്ന് മനസ്സിലാകുന്നില്ല, നായിക ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. ചില സന്ദർഭങ്ങൾ മാത്രം മനസ്സിലാകുന്നുണ്ട് എന്നല്ലാതെ ഒരു ക്ലാരിറ്റി വരുന്നില്ല. അപ്പം ഞാൻ ആ പരിപാടി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ. എല്ലാ ദിവസവും 11 മണിക്ക് മീറ്റിംഗ് ഉണ്ടാവും, സേഫ്റ്റിൻ്റെ മീറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കണം, മെഷീൻസൊക്കെ. കാരണം അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയാൽ ഇവിടെ ഹോസ്പിറ്റലും ഇതൊന്നുമില്ല, ആകെ ഉള്ളത് ഞാനാണ്. അതിന്